അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടം വരെയാണ് നോക്കിയത്. നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ് ആണ്. നമ്മൾ പറഞ്ഞ ഒരു സീംലെസ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. GST-യിലാകുമ്പോൾ GST റെജീമിൽ ദർ ഈസ് എ സീംലെസ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ്. അതായത് ഒരു ഹോൾസെയിൽ ഡീലർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അയാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് സെറ്റ് ഓഫ് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും അയാൾക്ക് എഗെയിൻസ്റ്റ് ദ ഇത് പേയബിൾ. ഇപ്പോൾ ഒരു ഹോൾസെയിലർ ഉണ്ട്, അപ്പോൾ അയാൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് എന്താണോ പിന്നെയുള്ള GST പേയബിൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഔട്ട്പുട്ടിൽ എന്ത് GST ആണോ പേയബിൾ ആയിട്ടുള്ളത്, പേ ചെയ്യാനുള്ളത്, അതിന് എഗെയിൻസ്റ്റ് ഈ GST പേയബിളിന് എഗെയിൻസ്റ്റ് ആയിട്ട് അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാലൻസ് ആണ് അയാൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ്. എന്താണ് ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ്? ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ആദ്യം ഒരു ടേബിൾ വരയ്ക്കാൻ. ITC എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നാണ്. ഇത് ഒരുപാട് തവണ യൂസ് ചെയ്യും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ള വാക്ക് കൊണ്ട് ITC എന്ന് എഴുതുന്നതാണ് ഷോർട്ടായിട്ട്. ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്, എന്നിട്ട് ഏതിന് നേരെയാണ് ഔട്ട്പുട്ട് ടാക്സ്, ഔട്ട്പുട്ട് GST പേയബിൾ, ഇതിനൊരു ഓർഡർ ഉണ്ട്. ഏത് ഓർഡറിലാണെന്നുള്ളതാണ് ഈ ടേബിൾ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ IGST ക്രെഡിറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. IGST ഇപ്പം ഒരു പെർട്ടിക്കുലർ പേഴ്സണെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അയാൾ സപ്ലൈ ചെയ്ത സമയത്ത് അയാൾക്ക് ഔട്ട്പുട്ട് GST പേയബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ IGSTയുടെ ക്രെഡിറ്റ് ആണ് അയാൾക്ക് IGST ആണ് അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എങ്കിൽ IGST ആദ്യം തന്നെ IGST ആയിട്ട് വേണം സെറ്റ് ഓഫ് ചെയ്യാൻ. IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ IGST അല്ല അയാൾക്ക് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്, IGST അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് CGST അല്ലെങ്കിൽ SGSTക്ക് നേരെയും അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ UTGST, ഇത് മൂന്നെണ്ണത്തിന് അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ITGST ക്രെഡിറ്റ് അവൈലബിൾ ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ അയാൾക്ക് ക്രെഡിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് IGST ക്രെഡിറ്റ് അയാൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് CGST ഉണ്ടോ എന്ന് നോക്കുക. CGST അയാൾക്ക് സെറ്റ് ഓഫ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത് CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. പിന്നെ ആദ്യം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത് CGST ആണ്. പിന്നെ IGST ആയിട്ടും സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷെ SGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് SGSTയുടെ ക്രെഡിറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എങ്കിൽ അത് SGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരിക്കലും CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കണം. നമുക്ക് എന്തിന് അഗെയിൻസ്റ്റ് ആണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് നോക്കണം. ഈ ഓർഡർ അനുസരിച്ചിട്ട് വേണം അത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Order of utilization of credit. There is a specified order in which the ITC should be utilized. നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആണ്, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, ഞാനൊരു സപ്ലയർ ആണ്, എനിക്ക് ഇത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഏത് സ്പെസിഫൈഡ് ഓർഡർ ഉണ്ട് ആ ഓർഡറിൽ തന്നെ വേണം യൂട്ടിലൈസ് ചെയ്യാൻ. അത് റൂളാണ്. ആദ്യം ഫസ്റ്റ് IGST ക്രെഡിറ്റ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ടുവേർഡ്സ് IGST പേയ്മെന്റ് ആൻഡ് ദെൻ ടുവേർഡ്സ് CGST, SGST, UTGST, any order and in any proportion. അതാണ് ഞാൻ എഴുതിയത്. ആദ്യം നോക്കേണ്ടത് നമ്മുടെ അടുത്ത് IGST അവൈലബിൾ ആണോ നോക്കണം. IGST അവൈലബിൾ ആണെങ്കിൽ അത് ആദ്യം IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മൂന്നെണ്ണമായിട്ട് ഏത് ഓർഡറിൽ എനി ഓർഡർ ഇതിനകത്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളൂ. ആദ്യം ഈ റൂള് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അതാണ് IGST. After entire ITC of IGST is utilized, IGST എല്ലാം നമ്മുടെ ക്രെഡിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ CGSTയിലേക്ക് പോകും. CGST should be utilized for the payment of CGST and IGST in that order. ആ ഓർഡറിൽ തന്നെ വേണം ചെയ്യാൻ. IGST ക്രെഡിറ്റ് കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു വെക്കുക. ഇനി അടുത്ത CGST ക്രെഡിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. CGST ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ആദ്യം CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം.
എന്നിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അത് IGST ആയിട്ട്. ഇത് ഇതേ ഓർഡറിൽ തന്നെ എഴുതണം. അതുകൊണ്ടാണ് ഇൻ ദാറ്റ് ഓർഡർ എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ ഇത് ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. IGST ആണെന്നുണ്ടെങ്കിൽ ആദ്യം IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ CGST, SGST, UTGST ഏത് ഓർഡറിൽ വേണമെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം. IGST കഴിഞ്ഞാൽ പിന്നെ CGST യിലേക്ക് വേണം. CGST ആദ്യം CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ക്രെഡിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. ഇനി അതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞാലോ ITC of CGST or UTGST should be utilized for the payment of SGST, UTGST and IGST in that order. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന് മിസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ UTGST ഏതാണെങ്കിലും ശരി ആദ്യം SGST, UTGST ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് SGST, UTGST. അത് കഴിഞ്ഞ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ IGST കഴിഞ്ഞ് സെറ്റ് ഓഫ് ചെയ്യാം. ഈ ടേബിളിൽ നമുക്ക് കാണാൻ പറ്റും CGSTയുടെ ക്രെഡിറ്റ് ഒരിക്കലും നമുക്ക് SGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ അകത്ത് SGST ഇല്ല, മനസ്സിലായില്ലേ? അതേമാതിരി തന്നെ SGST അല്ലെങ്കിൽ UTGSTയുടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടുത്തെ അടുത്ത ലൈൻ എഴുതിയിരിക്കുന്നത്. It may be noted that ITC of CGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സെയിൽസ് സർവീസ് ടാക്സിന്റെ ITC ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ that cannot be utilized for the payment of SGST or UTGST. സെന്ററിന്റെ CGST ഒരിക്കലും സ്റ്റേറ്റിന്റെ SGST ആയിട്ടോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ GST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. cannot be utilized also. പിന്നെ രണ്ടാമത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ITC of SGST or UTGST should be utilized for the payment of IGST only after ITC of CGST has been utilized fully. അതെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ ആദ്യം CGST ഫിൽ ആയതിനു ശേഷം CGST കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം ആദ്യം CGST കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ SGSTയുടെ അല്ലെങ്കിൽ UTGSTയുടെ ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇതിനൊരു ഓർഡർ ഉണ്ട് 1, 2, 3. ആദ്യം IGST കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് CGSTയുടെ ക്രെഡിറ്റ്. ഇപ്പൊ ഞാനൊരു മാനുഫാക്ചറർ, അത് ഹോൾസെയിലറാണ്, എനിക്ക് 3 ഉണ്ടെന്ന് വെച്ചാൽ IGST, CGST, SGST 3 ക്രെഡിറ്റ് എനിക്കുണ്ടെങ്കിൽ ആദ്യം ഞാൻ അവൈൽ ചെയ്യേണ്ടത് ഇതാണ്. ഇതിനെ വേണം സെറ്റ് ഓഫ് ചെയ്യാൻ. ഇത് മുഴുവൻ സെറ്റ് ഓഫ് ചെയ്ത് തീർന്നു കഴിയുമ്പോൾ ഞാൻ CGSTയിലേക്ക് പോകണം. CGST കഴിഞ്ഞ് കഴിയുമ്പോഴാണ് SGSTയിലേക്ക് പോകുന്നത്. അതാണ് ആ ലാസ്റ്റ് സെന്റൻസ് എഴുതിയിരിക്കുന്നത്. ITC of CGST or CGST or UTGST should be utilized for the payment of IGST. അതായിരിക്കണം should be utilized for the payment of IGST only after ITC of CGST has been utilized fully. ITC of CGST should be utilized for the payment only after IGST. അതെന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇവിടെയുള്ളത് IGST ആണ് വെക്കുക. നമുക്ക് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് IGSTക്ക് എഗെയിൻസ്റ്റ് ആണ്. നമ്മളടുത്ത് IGST ഇല്ല എന്ന് വെക്കുക, ക്രെഡിറ്റിൽ IGST ഇല്ല, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് IGSTക്ക് എഗെയിൻസ്റ്റ് ആണ്. നമ്മളടുത്ത് CGST ഉണ്ട്, SGST ഉണ്ട്. അങ്ങനത്തെ കേസിൽ CGST IGSTക്ക് നേരെ സെറ്റ് ഓഫ് ചെയ്യാൻ ചെയ്യാം, SGSTയും IGSTക്ക് നേരെ സെറ്റ് ഓഫ് ചെയ്യാൻ ചെയ്യാം. പക്ഷെ ആദ്യം CGSTയുടെ മുഴുവൻ സെറ്റ് ഓഫ് ചെയ്ത് അത് തീർക്കണം, അത് കംപ്ലീറ്റ് ചെയ്യണം. CGSTയിലെ ക്രെഡിറ്റ് മുഴുവൻ തീർന്നു കഴിയുമ്പോഴേ SGSTയിലേക്ക് പോകാൻ പാടുള്ളൂ. This is getting set off against IGST. അതാണ് എഴുതിയിരിക്കുന്നത്. അതായത് ITC of SGST or UTGST should be utilized for the payment of IGST only after ITC of CGST has been utilized fully. CGSTയുടെ ITC ഫുള്ള് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റേറ്റിന്റെയും യൂണിയൻ ടെറിട്ടറിയുടെയും ക്രെഡിറ്റ് നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ IGSTക്ക് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതെല്ലാം പ്രോപ്പർലി യൂസ് ചെയ്യേണ്ട മെത്തഡോളജീസ് ആണ്. ഈ റൂൾസ് വെച്ചാണ് ചെയ്യുന്നത്. ഇതിനെയാണ് സീംലെസ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് അണ്ടർ GST എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മാനുഫാക്ചറർ മുതൽ അങ്ങ് കൺസ്യൂമർ വരെ സീംലെസ് ആയിട്ട് ഫ്ലോ ചെയ്യും. ഇതിന്റെ കേസ് ഓഫ് ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിലും ശരി, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസും ആണ്. can be best understood with the help of following illustration. ഒരു ഇല്ലസ്ട്രേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ വിട്ടൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, നമ്മൾ ഇതും കൂടെ നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് the revenue of the interstate sale does not accrue to the exporting state and the exporting state transfers to the sender the credit
of SGST or UTGST used in the payment of IGST. ഒരു ഇന്റർ സ്റ്റേറ്റ് സെയിൽ നടക്കുന്ന സമയത്ത് ഇപ്പൊ കേരള കർണാടക അതാണ് ഇന്റർ സ്റ്റേറ്റ് സെയിൽ. ഓക്കെ, കേരള കർണാടക ഇന്റർ സ്റ്റേറ്റ് സെയിൽ നടക്കുന്ന സമയത്ത് അതിന്റെ റവന്യൂ എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് സ്റ്റേറ്റ് കേരളത്തിന് വരില്ല. ഡസ് നോട്ട് അക്രൂ ടു ദ എക്സ്പോർട്ടിംഗ് സ്റ്റേറ്റ് ആൻഡ് ദ എക്സ്പോർട്ടിംഗ് സ്റ്റേറ്റ് ട്രാൻസ്ഫേഴ്സ് ടു ദ സെന്റർ the credit of SGST or UTGST used in the payment of IGST. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഞാൻ രണ്ടെണ്ണം പറയണമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, അപ്പം മനസ്സിലാവും. അതേമാതിരി ദ സെൻഡർ ട്രാൻസ്ഫേഴ്സ് ടു ദ ഇമ്പോർട്ടിംഗ് സ്റ്റേറ്റ് ദ ക്രെഡിറ്റ് ഓഫ് IGST യൂസ്ഡ് ഇൻ ദ പേയ്മെന്റ്. അവിടെ നിൽക്കട്ടെ, അപ്പം ഒരു പ്രോബ്ലം ചെയ്തിട്ട് നോക്കാം, ഇവിടെ മനസ്സിലാവും. നമുക്ക് ആദ്യം ഒരു ഇല്ലസ്ട്രേഷൻ, ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്. കാരണം ഇൻട്രാ സ്റ്റേറ്റ് ആണ് സിമ്പിൾ, അത് ഇന്റർ സ്റ്റേറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ആദ്യം ഇൻട്രാ സ്റ്റേറ്റ് മനസ്സിലാക്കാം. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേരള സ്റ്റേറ്റ് തന്നെ എടുക്കാം. ഓക്കെ, കേരളത്തിൽ നിന്ന് ഒരു സപ്ലയർ എ ബിക്ക് സപ്ലൈ ചെയ്യുന്നു. നമുക്ക് X1 എക്ക് സപ്ലൈ ചെയ്യുന്നു, എ ബിക്ക് സപ്ലൈ ചെയ്യുന്നു, ബി X2 സപ്ലൈ. ഇൻട്രാസ്റ്റേറ്റ് അല്ലേ, എ ബി സി ഇതെല്ലാം ഒരേ സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ്. ഇത് വേണമെങ്കിൽ ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട് അങ്ങനെ എടുത്തോളൂ. അപ്പൊ ആദ്യം എ ബിക്ക് സപ്ലൈ ചെയ്യുന്നു, ബി സിക്ക് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം സപ്ലൈ ഫ്രം എ ടു ബി നോക്കാം. കേരള സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കും. കേരള സ്റ്റേറ്റിന്റെ ഉള്ളിലാണ് ഈ ഇന്റർ സപ്ലൈ നടക്കുന്നത്. സപ്ലൈന്റെ ആദ്യം സെയിൽ വാല്യൂ തന്നിട്ടുണ്ടാവും, വാല്യൂ ഓഫ് ഗുഡ് സപ്ലൈ. സെയിൽ വാല്യൂ തന്നിട്ടുണ്ട് 10,000 രൂപ. ഓക്കെ, 10,000 രൂപയുടെ ഗുഡ്സ് സപ്ലൈ ചെയ്തു. എവിടുന്ന്? എ എന്ന് പറഞ്ഞു എ ബിക്ക് സപ്ലൈ ചെയ്തു ഇൻട്രാ സ്റ്റേറ്റ്. ഇത് വേണമെങ്കിൽ ട്രിവാൻഡ്രമാണ്, ഇത് എറണാകുളം, ഇത് കോഴിക്കോട്. ട്രിവാൻഡ്രത്തിന് എറണാകുളത്തേക്ക് 10,000 രൂപയുടെ ഒരു സാധനം സപ്ലൈ ചെയ്യാം. അപ്പൊ ഈ 10,000 രൂപ എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ആണ്, വാല്യൂ ഓഫ് ദ ഗുഡ് സപ്ലൈ, വാല്യൂ ചാർജ് ഫോർ ദ സപ്ലൈ ഫ്രം എ ടു ബി. ഓക്കെ, ഇതാണ് വാല്യൂ ചാർജ് ചെയ്ത വാല്യൂ. അപ്പം സ്വാഭാവികമായിട്ട് ഇത് നമ്മുടെ ഇൻവോയ്സ് ആണെന്ന് വിചാരിക്കുക. ഇൻവോയ്സ് ആണെങ്കിൽ ഉടനെ ഇത് എന്ത് സെയിലാണ്? എ ടു ബി. ട്രിവാൻഡ്രത്തിന് എറണാകുളത്തൊക്കെ സെയിൽ ചെയ്യുന്നത് എന്ത് സെയിലാണ്? ഇൻട്രാ സെയിൽ. ഇൻട്രാ സെയിൽ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ഡുവൽ മോഡൽ വരും. എന്താ വരും? ഇൻട്രാ സെയിൽ ആകുമ്പോൾ എപ്പോഴും CGST @ 9%, SGST @ 9%. നിങ്ങളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ബില്ല് നോക്കിയാൽ മതി, അതിൽ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ വില, ഫുഡിന്റെ അതിന്റെ വാല്യൂ, പിന്നെ CGST, SGST. കാരണം അത് ഇൻട്രാ സ്റ്റേറ്റ് സർവീസ് ആണ്. സപ്ലയർ ലൊക്കേഷൻ നമ്മൾ ഇന്നലെ പഠിച്ചു, ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇപ്പൊ രണ്ടും ഒരേ സ്ഥലമാണല്ലോ. ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ ട്രിവാൻഡ്രം, പ്ലേസ് ഓഫ് സപ്ലൈ എറണാകുളം. സോ ഇറ്റ് ഇസ് ദിസ് ഇൻട്രാ സ്റ്റേറ്റ്. അതുകൊണ്ട് CGST @ 9%, SGST ഇത് രണ്ടും ആ ഇൻവോയ്സ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതായത് 10,000ന്റെ 9% എന്ന് പറഞ്ഞാൽ 900, SGST 900. ഓക്കെ, ഇതാണ് ഇൻവോയ്സ് ബില്ല്. അപ്പൊ ഇൻവോയ്സിന്റെ ടോട്ടൽ എത്ര? ഇത്രയും പൈസ നിങ്ങളുടെ അടുത്ത് നിന്ന് അയാൾ മേടിക്കും. എറണാകുളത്തുള്ള ആളുടെ അടുത്ത് നിന്ന് ഈ ട്രിവാൻഡ്രത്തുള്ള സപ്ലയർ മേടിക്കും. അപ്പൊ അത് എത്ര വരെ? 11,800 രൂപ അയാൾ മേടിക്കും. ഓക്കെ, ഇയാൾ എത്ര കൊടുത്തത് ഇങ്ങോട്ടേക്ക്? ഇയാൾ ഇങ്ങോട്ടേക്ക് എത്ര കൊടുത്തത്? അയാൾ CGST 900 റുപ്പീസ് കൊടുത്തു. അയാൾ SGST അയാൾ 900 റുപ്പീസ് കൊടുത്തു. എന്നിട്ട് ഈ സാധനം ഇയാളുടെ അടുത്ത് മേടിച്ചിട്ട് ഒരു ഗവൺമെന്റിലേക്ക്, അത് ഗവൺമെന്റിലേക്ക് അടയ്ക്കും. അങ്ങനെ ചെയ്യാം. എ ഗവൺമെന്റിലേക്ക് അത് അടയ്ക്കും. ബി ആണ് ഇങ്ങോട്ടേക്ക് ഇത് കൊടുത്തത്. ബി ഇവിടെ ഇങ്ങോട്ടേക്ക് കൊടുത്തു. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സൈഡിൽ ഒരു ചെറിയൊരു ടേബിൾ വരയ്ക്കുക.
അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ റവന്യൂ ടേബിൾ ആണ്. റവന്യൂ ടേബിൾ ഇത് പെർട്ടിക്കുലർ ആദ്യം എന്താ പറയുന്നത് എ ബിക്ക് സപ്ലൈ ചെയ്തു. എ ബിക്ക് സപ്ലൈ ചെയ്തപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിലേക്ക് എത്ര പൈസ പോയി? ഈ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിലേക്ക് 900 rupees പോയി. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവിടെ ഏതാ? കേരള ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് എത്ര പോയി? 900 rupees. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. എ ടു ബി കഴിഞ്ഞു. ഇത്രയും ക്ലിയർ ആയില്ലേ? റവന്യൂ ടു ദ സെൻട്രൽ ഗവൺമെന്റ്, ഇത് റവന്യൂ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത് മനസ്സിലായില്ലേ? ഇത്ര സൗണ്ട് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ അവിടെ സൗണ്ട് കുറച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, സൗണ്ട് കുറച്ച് നടക്കുക. ഓക്കെ, അപ്പൊ അതാണ് എന്ന് ബിയിലേക്കുള്ള സപ്ലൈ. ഇനി ബി എന്ന് സിയിലേക്കുള്ള സപ്ലൈ എന്താ നോക്കാം. ബി സിക്ക് സപ്ലൈ ചെയ്യാം. ഓക്കെ, ബി സിക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ വാല്യൂ അഡീഷൻ 20% ആണ് എടുക്കാം. അതായത് ബിന്റെ അടുത്ത് ഗുഡ്സ് എത്തിയല്ലോ, ഗുഡ്സ് അതിൻ്റെ അകത്ത് ബി അതിൻ്റെ അകത്ത് കുറച്ച് വാല്യൂ അഡീഷൻ ചെയ്യാനുണ്ട്. ആ വാല്യൂ ആഡ് ചെയ്യുന്നത് 20% ആണെന്ന് വിചാരിക്കുക. അതായത് 10,000 രൂപയാണല്ലോ ശരിക്കും അതിന്റെ വില. ഗുഡ്സിന്റെ കണ്ടോ, 10,000 അതിന്റെ വില, അത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ബാക്കി 1,800 നമ്മൾ ടാക്സ് കൊടുത്തതാണ്. ഈ 10,000ന്റെ 20% ഇയാൾ വാല്യൂ ആഡ് ചെയ്യുന്നത് വിചാരിക്കുക. 10,000ന്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,000 ആണ്. അപ്പൊ അയാൾ ആഡ് ചെയ്ത് ഈ 10,000 രൂപ വാല്യൂ ഉള്ള ഗുഡ്സിലേക്ക് 2,000 രൂപ വാല്യൂ ആഡ് ചെയ്തു. അപ്പം അയാളുടെ സെയിൽ വാല്യൂ എത്രയാണ്? അയാളുടെ വിൽക്കാനുള്ള വാല്യൂ ഓഫ് ഗുഡ്സ് അത് 12,000 ആണ്. ഓക്കെ, 10,000 രൂപ എറണാകുളത്തുള്ള ആള് ട്രിവാൻഡ്രത്തിൽ നിന്ന് 10,000 രൂപ വാല്യൂ ഉള്ള ഒരു ഗുഡ്സ് മേടിച്ചു. അതിൻ്റെ അകത്ത് എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്തു, 2,000 രൂപയുടെ വാല്യൂ അയാളായിട്ട് ആഡ് ചെയ്തു. ചിലപ്പോൾ അയാളുടെ പ്രോഫിറ്റ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അയാൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ കുറെ പണികളൊക്കെ ചെയ്തു. അപ്പൊക്കെ ഇതിന്റെ 10,000 എന്നുള്ളത് 12,000 ആയി. ഇനി ഇയാൾ ഇത് കോഴിക്കോടുള്ള ആൾക്ക് സപ്ലൈ ചെയ്യാം. അപ്പം ഇയാളും അതേമാതിരി ഇതും ഇൻട്രാ സ്റ്റേറ്റ് ആണല്ലോ. എറണാകുളത്ത് നിന്ന് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഇൻട്രാ സ്റ്റേറ്റ് ആകുമ്പോൾ ഡ്യുവൽ മോഡൽ വരും. CGST അയാൾ അങ്ങനെ ബില്ല് എഴുതും. CGST at 9%, SGST at 9%, ടോട്ടൽ. ഇതായിരിക്കും ബി സിക്ക് കൊടുക്കുന്ന ഇൻവോയ്സ്. ഇതാണ് ബി സിക്ക് കൊടുക്കുന്ന ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ CGST at 9% എത്രയാ? 12,000ന്റെ 9%. 12,000ന്റെ 9% എന്ന് പറഞ്ഞാൽ 1080, 1080 ആണ്. അതേമാതിരി SGSTയുടെ ഇതെന്ന് പറയുന്നത് 1080 ആണ്. ഇങ്ങനെ ഒരു ബില്ല് ടോട്ടൽ എത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 14,160. ഓക്കെ, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ 14,160 വരും. ഇങ്ങനെ ഒരു ഇൻവോയ്സ് എറണാകുളത്തുള്ള ആള് കോഴിക്കോട്ടുകാരന് കൊടുക്കും. അപ്പം കോഴിക്കോടുള്ള ആൾ ഇങ്ങോട്ടേക്ക് എത്ര ടാക്സ് ആണ് പേ ചെയ്യുന്നത്? 1080 അയാള് CGST പേ ചെയ്യണം, ഇങ്ങോട്ടേക്ക് കൊടുക്കണം, ബിക്ക് കൊടുക്കണം. പിന്നെ അതേമാതിരി തന്നെ 1080 അയാള് ഇങ്ങനെ രണ്ട് ഇതായിട്ട് അയാൾ കൊടുക്കും. ഇനി ഇത് മുഴുവൻ ഇനി നമുക്ക് ബിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ബി എന്താ ചെയ്യാം? ബിക്ക് പക്ഷെ ഓൾറെഡി 2 ക്രെഡിറ്റ് അവൈലബിൾ ആണ്. ഇവിടെയാണ് നമ്മൾ ആ ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ്റെ ആ ടേബിൾ മനസ്സിൽ കൊണ്ടുവരണം. ബിക്ക് ഓൾറെഡി 2 ക്രെഡിറ്റ് അവൈലബിൾ ആണ്. CGST ക്രെഡിറ്റ് ഉണ്ടായിരുന്നു 900 rupees. ഓക്കെ, അതേമാതിരി തന്നെ SGST ക്രെഡിറ്റും ഉണ്ട്, അതൊക്കെ 900. ഓക്കെ, അയാൾക്ക് എന്തിന് അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്? ഈ 1080 എന്ന് പറയുന്നത് എന്താണ്? CGST ആണ്. CGST പേയബിൾ, ഇത് പേയബിൾ ആണ്, അടയ്ക്കേണ്ടതായിട്ടുള്ള. അതായത് ഇയാൾ ഇത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. താഴോട്ടേക്ക് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ റവന്യൂ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം സിന്റെ അടുത്ത് നിന്ന് മേടിച്ച CGST പേയബിൾ എത്രയാ? 1080. അതേമാതിരി SGST പേയബിൾ എത്രയാ? 1080. ഇനി സെറ്റ് ഓഫ് വരും. നൗ കം സെറ്റ് ഓഫ്.
ഈ സെറ്റ് ഓഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ആ ടേബിൾ ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു. ആദ്യം IGST ക്രെഡിറ്റ് ഉണ്ടോ? IGST ക്രെഡിറ്റ് ഉണ്ടോ? IGST ക്രെഡിറ്റ് ഇല്ല. ആർക്ക് IGST ക്രെഡിറ്റ് ഇല്ല? IGST ക്രെഡിറ്റ് ഇല്ലെങ്കിൽ അടുത്ത ഓർഡറിലേക്ക് പോവാം. CGST ക്രെഡിറ്റ് ഉണ്ടോ? CGST ക്രെഡിറ്റ് ഉണ്ട്. CGST മുഴുവൻ യൂസ് ചെയ്തതിന് ശേഷമേ IGST യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ CGST ക്രെഡിറ്റ് നമുക്ക് എന്തിന് അഗേൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാം? CGSTയുടെ അഗേൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാം, IGSTയുടെ അഗേൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാം. അതായത് ഈ CGSTയുടെ ഈ ക്രെഡിറ്റ് SGSTയുടെ ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. CGSTയുടെ ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതേമാതിരി ഈ SGSTയുടെ ക്രെഡിറ്റ് SGSTയുടെ സെറ്റ് ഓഫ് പേയബിൾ SGST സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെ അത് എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടുത്ത ടേബിൾ ഉണ്ടാക്കണം. അടുത്ത ടേബിളിൽ പറയാം CGST പേയബിൾ ആണ്. ഇങ്ങനെ എഴുതുക. CGST പേയബിൾ എത്രയാണ് അടയ്ക്കേണ്ടത് ഗവൺമെന്റിലേക്ക്? 1080 ഇതാണ് എമൗണ്ട്. ഇത് പെർട്ടിക്കുലർ CGST പേയബിൾ. ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. എന്ത്? CGST ക്രെഡിറ്റ്. നമുക്ക് എത്ര ക്രെഡിറ്റ് ആണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള? 900. അപ്പം എത്രയാണ് CGST പേയബിൾ ടു ഗവൺമെന്റ്? സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ടു സെൻട്രൽ ഗവൺമെന്റ്. CGST ആർക്കാ കൊടുക്കുക? സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കും. അത് എത്രയാണ് കൊടുക്കുക? 1080 മൈനസ് 900. 180 രൂപ അയാൾ കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ BCക്ക് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് എത്ര പൈസ കിട്ടും? 180. ഓക്കെ. അപ്പൊ CGST ഫുൾ അയാൾ എക്സോസ്റ്റ് കഴിഞ്ഞു. അയാളുടെ CGST ക്രെഡിറ്റ് ഫുള്ള് തീർന്ന് ഇതിന് അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്ത് 180 രൂപ അയാൾ സെൻട്രൽ ഗവൺമെന്റ് അക്കൗണ്ടിൽ കിട്ടും. ഓക്കെ, അവിടെ അത് അവസാനിച്ചു. ഇനി അടുത്തത് എന്താ? SGST പേയബിൾ. എത്ര SGST ആണ് അയാൾ കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റിന്? 1080. ക്രെഡിറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. SGST ക്രെഡിറ്റ് ലെസ് കുറയ്ക്കണം. എന്താണ് കുറയ്ക്കേണ്ടത്? SGST ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. SGST ക്രെഡിറ്റ് എത്രയുള്ളത്? 900 ക്രെഡിറ്റിലുണ്ട്. അപ്പം SGST പേയബിൾ ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത് സബ്ട്രാക്ട് ചെയ്യാം. ഇത് 180. അപ്പം കേരള സ്റ്റേറ്റിന് കേരള ഗവൺമെന്റിന്റെ ഫണ്ടിലേക്ക് അയാൾ 180 rupees അയാൾ ഇടും. അപ്പൊ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ സെൻട്രൽ ഗവൺമെന്റ് എത്ര പൈസ കിട്ടും? 1080. ഇവിടെയും 1080. ഇതാണ് റവന്യൂ ടേബിൾ. അപ്പൊ ട്രിവാൻഡ്രത്തിൽ നിന്ന് എറണാകുളത്തേക്കും കോഴിക്കോട്ടേക്കും ഫൈനലായിട്ട് ഗുഡ്സ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ എത്ര ഫൈനൽ ബേർഡൻ ആരാ ഇവിടെ ബിയർ ചെയ്ത്? ഈ കസ്റ്റമർ, കോഴിക്കോടുള്ള ആള്. അയാളാണ് 1080 രൂപ കൊടുത്തത്. അയാൾ കുറച്ച് ബിക്ക് കൊടുത്തു, അത് മുഴുവൻ ബിക്ക് കൊടുത്തു. ബി കുറെ എക്ക് കൊടുത്തു. എക്ക് എത്ര കൊടുത്തു? അത് ബാക്കിയുള്ളത് അയാൾ ഗവൺമെന്റിലേക്ക് അടച്ചു. അൾട്ടിമേറ്റ്ലി ഈ 1080 എന്ന് പറയുന്ന ഈ രണ്ട് എമൗണ്ട് ഇത് മുഴുവനും കൊടുത്തത് കോഴിക്കോടുള്ള ആളാണ്. ഇറ്റ് ഈസ് ബർഡൻ ബോൺ ബൈ ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ. ബർഡൻ ഈസ് borne by the ultimate consumer at parity. Okay, അങ്ങനെയാണ് ഗവൺമെന്റ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ, ഈ ഒരു സപ്ലൈ നടന്നു കഴിഞ്ഞപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് 1080 രൂപ കിട്ടി, കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന് 1080 rupees കിട്ടി. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഓക്കെ,
ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ദ റവന്യൂ ഓഫ് ദി ഇൻട്രസ്റ്റേറ്റ് സെയിലാണ്. കുറച്ച് അത് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് ഇൻട്രസ്റ്റേറ്റ് സെയിലിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇൻട്രാസ്റ്റേറ്റ് സെയിൽ മര്യാദയ്ക്ക് പഠിക്കുക. ഓക്കെ, അതെങ്ങനെയാണ് റവന്യൂ ടേബിൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പഠിക്കണം. ഓക്കെ ഓക്കെ ഇതാണ് ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ. ഓർഡർ അപ്പോൾ ഇതാണ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ. അപ്പോൾ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും നോക്കിയിട്ട് നാളെ നോക്കാം. അതല്ലേ നല്ല. അപ്പം ഈ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തതാണ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് പഠിക്കും. നിങ്ങൾ സ്വന്തമായിട്ടൊരു പ്രോബ്ലം ഈ ചെയ്താൽ എന്ന് ബിന്ന് സിയിലേക്ക്, എന്നിട്ട് റവന്യൂ ടേബിളും ഉണ്ടാക്കുക. ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ റവന്യൂ ടേബിൾ ഉണ്ടാക്കുക എന്നുള്ള. അതിൻ്റെ മുമ്പ് എ ടു ബിന്റെ ഒരു ടേബിൾ ഉണ്ടാക്കണം, ബി ടു സിന്റെ ഒരു ടേബിൾ ഉണ്ടാക്കണം. പിന്നെ ഇതേമാതിരി ഞാൻ ഈ ഗ്രീൻ കളറിൽ കാണിച്ചവർ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കണം. അവിടെയാണ് അത് സെറ്റ് ഓഫ് ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്ക് ആ സെറ്റ് ഓഫ് ചെയ്യുന്നത് മനസ്സിലാവുന്നത്. ഓക്കെ, നമ്മൾ 4 ടേബിൾ ഉണ്ടാക്കണം. ഒന്ന് ഓരോ ട്രാൻസാക്ഷനും. ഇനിയിപ്പം ഞാൻ അടുത്തത് എടുക്കുന്ന സമയത്ത് ഇന്റർ സ്റ്റേറ്റ് ആയിരിക്കും. ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് കേരളത്തിൽ നിന്ന് എക്സ് ടു എ ടു ബി, x1 x2 അങ്ങനെ വരിക. അതായത് ഇത് കേരളത്തിലുള്ള ആളാണ് രണ്ടുപേരും. അപ്പോൾ x1 എക്ക് സപ്ലൈ ആണ്. ഇത് രണ്ടുപേരും കേരളത്തിലുള്ളവരാണ്. പിന്നെ എ എന്ന് ബി എന്ന് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്റർ സ്റ്റേറ്റ് ആണ്. ഇത് ഇന്റർ സ്റ്റേറ്റ്, ഇത് ഇന്റർ സെയിലാണ്. ഇന്റർ സ്റ്റേറ്റ്. ഇത് കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക്, ഇത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഓക്കെ, പിന്നെ കർണാടകയിൽ നിന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വിത്തിൻ കർണാടക സ്റ്റേറ്റ്, ഇതും കർണാടക സ്റ്റേറ്റ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഇൻട്രാ സ്റ്റേറ്റ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് ടേബിൾസ് വരയ്ക്കേണ്ടി വരും. അതായത് x1 ടു എ ഒരു ടേബിള്, എ ടു ബി വേറൊരു ടേബിള്, ബി ടു സി വേറൊരു ടേബിള്, പിന്നെ റവന്യൂ ടേബിൾ. ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ ഇന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കും. ഓരോന്നിൻ്റെ ടേബിൾ ഉണ്ടാക്കും. എ ടു ബിന്റെ ടേബിള്, ബി ടു സിന്റെ ടേബിള്, പിന്നെ ഗവൺമെന്റിന്റെ റവന്യൂ ടേബിൾ. ഇവിടെ എത്ര ഗവൺമെന്റ് ഉണ്ട്? ഇവിടെ നിങ്ങൾ ഉണ്ടാക്കുന്ന ടേബിള് ഐറ്റം പെർട്ടിക്കുലർ. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന് എത്ര പൈസ പോവും, കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന് എത്ര പൈസ പോവും, കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന് എത്ര പൈസ പോവും. അങ്ങനെയാണ് ഈ ടേബിൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആകുമ്പോൾ നോക്കട്ടെ, CGST at the rate 9%, SGST at the rate 9% ഉണ്ടാവും. ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഇന്റർ സ്റ്റേറ്റ് ആകുമ്പോൾ IGST ആയിരിക്കും. ഇന്റർ സ്റ്റേറ്റ് ആകുമ്പോൾ IGST at the rate 19%. ഇത് വീണ്ടും ഇൻട്രാ സ്റ്റേറ്റ് ആയതുകൊണ്ട് SGST at the rate 9%, CGST at the rate 9%, SGST at the rate 9%. ഓക്കെ, അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഈ ഗുഡ്സിന് ഓരോ സ്റ്റേജിലും വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത് 20% എടുക്കുക. ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ ഈ പ്രോബ്ലം. വാല്യൂ അഡീഷൻ 20% ആണെന്ന് വിചാരിക്കും. ഓരോ സ്റ്റേജിലും എ 20% വാല്യൂ ആഡ് ചെയ്യും, ബി 20% ആഡ് ചെയ്യും. x1 സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ സെയിൽ വാല്യൂ ഞാൻ തരാം. x1 സ്റ്റാർട്ട് ചെയ്യുന്ന സെയിൽ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വാല്യൂ 10,000 രൂപ എടുത്തോളൂ. 10,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അതെടുത്തിട്ട് x1 എ, അവർ രണ്ടുപേരും ഒരേ സ്റ്റേറ്റിലാണ്. പിന്നെ ഒരു ഇൻട്രാ സ്റ്റേറ്റ് നടക്കുന്നു. ആദ്യത്തെ ഇൻട്രാ സ്റ്റേറ്റ്, പിന്നെ ഇന്റർ സ്റ്റേറ്റ്, അത് കഴിഞ്ഞ് വീണ്ടും ഇൻട്രാ സ്റ്റേറ്റ്. ഓക്കെ, ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ ചെയ്യാൻ പറ്റുമോ. അതായത് ഇത് കേരളം അങ്ങനെ മുകളിൽ എഴുതിയിട്ടുണ്ടായി. x1 ടു എ എന്ന് പറയുന്നത് ഇൻട്രാ സ്റ്റേറ്റ്, അതേമാതിരി ബി ടു x2 എന്ന് പറയുന്നത് ഇൻട്രാ സ്റ്റേറ്റ്. അതായത് വിത്തിൻ കർണാടകയാണ് ഇത് സപ്ലൈ നടക്കുന്നത്. ഇത് വിത്തിൻ കേരളയാണ് നടക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു ഇന്റർ സ്റ്റേറ്റ് ഉണ്ട്. ഇന്റർ സ്റ്റേറ്റ് ആകുമ്പോൾ IGST മാത്രം, ഇൻട്രാ സ്റ്റേറ്റ് ആകുമ്പോൾ SGST IGST, ഇവിടെ SGST IGST. അറ്റ്ലീസ്റ്റ് ഈ 3 ടേബിളെങ്കിലും ഉണ്ടാക്കാൻ പറ്റണം. ഇത് 3 ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിനൊരു സെറ്റ് ഓഫ് ഉണ്ടാക്കണം. ഇതിനൊരു സെറ്റ് ഓഫ് ടേബിൾ, അതേമാതിരി ഇതിനൊരു സെറ്റ് ഓഫ് ടേബിൾ, പിന്നെ ഒരു റവന്യൂ ടേബിൾ. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ. ഓക്കെ, അറ്റംപ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നാളെ ഞാൻ പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇത്രയൊന്ന് നോക്കുക.
ഓക്കെ, എന്നിട്ട് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്യും ഈ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ 3 ടേബിളെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കൂ. ഇത് 3 എളുപ്പമല്ലേ, ഒന്ന് നോക്കി നോക്കും. ഓക്കെ ഓക്കെ, നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ, ബൈ. ലീവ് ചെയ്തോളൂ.